നമ്മുടെ അനുഗ്രഹങ്ങളെ മറ്റൊരാൾ നിയന്ത്രിക്കുന്നൊരവസ്ഥ, നമുക്ക് ലഭിക്കേണ്ട കാര്യം മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ, ഇടപെടലുകൾ നിമിത്തം നമുക്ക് ലഭിക്കാതെ പോവുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ പ്രതീക്ഷയോടെ ചെയ്ത പല കാര്യങ്ങൾക്കകത്തും പ്രശ്നങ്ങളും തടസ്സങ്ങളും നേരിടുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചില വിഷയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിൽ ഇതിനുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങളൊരു ഓഫീസിലിരിക്കുന്നു, മർമ്മപ്രധാനമായൊരു കാര്യം സംസാരിക്കുന്നു, അതൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ട സമയത്ത് ആ കതക് തുറന്ന് ഒരാളോ രണ്ടുപേരോ കയറി വരുന്നു. ആ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ തീരുമാനത്തിൽ എത്തിക്കേണ്ട നേരത്ത് ഈ കയറി വരുന്നവരുടെ അനാവശ്യമായ ഇടപെടലുകൾ നിമിത്തം അത് പിന്നത്തേക്കിന് മാറ്റിവെക്കുകയോ അതിൻ്റെ ആ മൂഡ് തന്നെ നമുക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കേണ്ട വ്യക്തിക്ക് നഷ്ടപ്പെടുന്നു. നിങ്ങളൊരു ക്യൂവിൽ നിൽക്കുന്നു, ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ഇടിച്ചു കയറി നിങ്ങൾക്ക് മുമ്പേ കാര്യം നടത്തുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഇതെല്ലാവരുടെയും മുമ്പിൽ ഈ പരിപാടികൾ അവർ ചെയ്യുമോ? ചെയ്യത്തില്ല. എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ ഇടിച്ചു കയറത്തില്ല. ആകാമെന്ന് കണ്ടിട്ടാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിൽക്കുന്ന ലക്ഷ്യങ്ങൾക്ക് നേരെ ഘടകവിരുദ്ധമായി മറ്റു പലരും നടത്തുന്ന ഇത്തരത്തിലുള്ള കൈകടത്തലുകൾ, കടന്നു കയറ്റങ്ങൾ, അതൊക്കെ നമ്മളുടെ നല്ല സമയത്തിൻ്റെയും പരിശ്രമങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മീതെയുള്ള അനാവശ്യമായ നിയന്ത്രണങ്ങളുടെ പരസ്യ ലക്ഷണമാണ്. ഇന്ന് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മുഴുവൻ സങ്കടകരമായ സാഹചര്യങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രത്യേകമായ പ്രവചനദൂത് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ്: ഇസ്രയേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. കണ്ടോ, വിത കഴിഞ്ഞ് കൊയ്ത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവർ കയറി വരുന്നത്. അമാലേക്യരും മിദ്യാന്യരും കിഴക്ക് ദേശക്കാരും. ഇവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അവർ വരുന്നില്ല. ഇവർ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അവർ വരത്തില്ല. ഇവർ വിതച്ചു, അത് കൊയ്യാൻ പ്രാപ്തിയും സമയവുമായി എന്നുള്ള ആ നേരത്തെ അവർ വരുന്നത്. പാസ്റ്ററെ, പഴയ നിയമത്തിലെ അമാലേക്കരുടെ കാര്യം എന്താണ് ഞങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഉണ്ട്, അതുകൊണ്ടായി പറയുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. പല ഭവനങ്ങളിലും പരീക്ഷയുടെ സമയമെത്തുമ്പോൾ പല കുഞ്ഞുങ്ങൾക്കും പൊടുന്നനെ ഒരു രോഗം. നന്നായിട്ട് പഠിക്കുന്ന കൊച്ച് പെട്ടെന്ന് തല കറങ്ങി വീഴുന്നു, പനി പിടിക്കുന്നു, കാലൊടിയുന്നു, കൈയൊടിയുന്നു, ആകമാനം ഒരു വിഷയം. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നേരിട്ടിട്ടുണ്ടോ? ഈ കഴിഞ്ഞ സീസണിൽ ഒരു 20ഓളം കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പ്രയാസപ്പെട്ടവരെ പ്രത്യേകം പ്രാർത്ഥിച്ച് ഞാൻ പരീക്ഷയ്ക്ക് അയച്ചു. ദൈവകൃപയാൽ ഈ കഴിഞ്ഞ ദിവസം CBSE റിസൾട്ട് വന്നപ്പോൾ ആ പൈതങ്ങൾക്കെല്ലാം ദൈവകൃപയാൽ ജയമാണ് ദൈവം നൽകിയത്. ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ പൈതങ്ങൾ പരീക്ഷ എഴുതി. ഞാൻ ഓർക്കുന്നു, ഒരു MBBS പഠിക്കുന്നൊരു പെങ്കൊച്ച് 1-2 സ്ഥാപനങ്ങൾ അത് മാറിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ എക്സാമിൻ്റെ സമയമാകുമ്പം നടുവനക്കാൻ വയ്യാത്ത വേദനയാണ്. വളരെ പ്രാർത്ഥിച്ച് ഭയങ്കരമായൊരു ശുശ്രൂഷ ചെയ്താണ് ആ കുഞ്ഞിനെ ആ ഒരു എക്സാം എഴുതുവാൻ വേണ്ടി പറഞ്ഞയച്ചതും അത് പാസ്സായതും. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒരു വിവാഹാലോചന ചിലരുടെ ജീവിതത്തിലേക്ക് വരും. ഇന്ന് പെൺകൂട്ടർ വരുമെന്ന് പറയുമ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങിയെന്ന് വിളിച്ച് പറയും. വരുന്ന വഴിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗതടസ്സം ഉണ്ടാകുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നു, എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് അവർ മാറിപ്പോകുന്നു. നിങ്ങളുടെ സ്ഥലം നോക്കാം, വിൽക്കാം, എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ വരാമെന്ന് പറഞ്ഞാൽ അവർ വരത്തില്ല. ഇങ്ങനെ ഇട്ട് കറക്കുന്ന പരിപാടികൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓർത്തോ, ഇതൊരു ബന്ധനമാണ്. ഇത് അനുഗ്രഹങ്ങൾക്ക് മീതെ നിയന്ത്രണം വഹിക്കുന്ന ഒരു ശക്തിയുടെ പ്രതിപ്രവർത്തനമാണ്. ദൈവമക്കളെ, ഇത് അഴിയേണ്ടതാണ്. ഇത് പൊട്ടി മാറ്റേണ്ടതായ ഒരു ചങ്ങലയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ നന്നായി ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ അത്രയും പോലും കാര്യപ്രാപ്തിയോ മികവോ ഇല്ലാത്ത ചില ആൾക്കാർ, ചില രാഷ്ട്രീയക്കാരെയും ചില സ്വാധീനമുള്ളവരെയും മണിയടിച്ച് അവർ നിങ്ങൾക്ക് മുമ്പേ കയറിപ്പോയിട്ട് ഉന്നതമായ സാലറിയും പ്രൊമോഷനും നേടുന്നത് കണ്ണുനീരോടെ പലപ്പോഴും ജീവിതത്തിൽ നോക്കി നിൽക്കേണ്ടി വന്നിട്ടില്ലേ? ഇതൊക്കെ ജീവിതത്തിനകത്ത് അനുഗ്രഹങ്ങൾക്ക് മീതെയുള്ള കടന്നുകയറ്റങ്ങളുടെ തെളിവുകളാണ്. നിങ്ങളുടെ നന്മയെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ ഉയർച്ചയെ മറ്റു പലരും നിയന്ത്രിക്കുന്നു. പല രൂപത്തിൽ, പല ഭാവത്തിൽ ചില ഇൻസിഡന്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ട് നിങ്ങളെ അത് സങ്കടത്തിലാക്കുന്നു. ഒരു ലൈഫ് ടൈം മുഴുവൻ മറക്കാൻ കഴിയാത്തൊരു വേദന നിങ്ങൾക്ക് സൃഷ്ടിച്ചിട്ട് അത് നിങ്ങളുടെ ജീവിതത്തെ പുച്ഛിച്ചിട്ട് മറ്റു പലരെയും ഉയർത്തുന്നതിന് നിങ്ങളെ അത് വേദനയോടെ സാക്ഷിയാക്കി നിർത്തും. ഒരാൾ ഉയരുന്നില്ലല്ല, നമുക്ക് അവകാശപ്പെട്ടതോടെ ചവിട്ടി താഴ്ത്തിയിട്ട് മറ്റൊരാൾ അനധികൃതമായി നടത്തുന്ന ചില കൈകടത്തലുകളാണ് പലരെയും വലിയ വേദനകളിൽ എത്തിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ദൈവാലോചന ഒരു ഉത്തരം തരാൻ പോവുകയാണ്. കൂടുതലൊന്നുമില്ല. ഇങ്ങനത്തെ വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒറ്റ പരിപാടിയെ നടക്കത്തുള്ളൂ. ദൂതൻ ഇറങ്ങണം. ഈ
ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ്: അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്യനായ യോവാശിന്റെ കരുവേലകത്തിന്റെ കീഴെ ഇരുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൂതൻ ഇറങ്ങുമെന്ന്. നിങ്ങളെ വിടിവിക്കാൻ എവിടെയാണോ കർത്താവ് തൻ്റെ ഒരു പദ്ധതി ഒരുക്കി വെച്ചേക്കുന്ന ആ സ്ഥാനത്ത് തന്നെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകും. എന്നിട്ട് കേട്ടെ, ഈ യോവാശിന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഗിദെയോൻ ഒരു ചോദ്യം ചോദിക്കുക: അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? ചോദ്യമല്ലേ? ദൈവം കൂടെ ഉണ്ടെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. എന്നിട്ടും നമുക്ക് ഈ ഗതി, ഈ ഒരു വേദന നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ആ വേദനയിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കാനാണ് ഇന്നത്തെ ശുശ്രൂഷ എന്ന് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് പ്രസംഗിച്ച് നീട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇതൊരു ചങ്ങലയാണ്, ഇതൊരു കേഴ്സാണ്. നീ പോകുന്നിടത്തൊക്കെ നിനക്ക് ഗതി വരില്ലെന്നുള്ള ഒരു കടുത്ത ശാപം നിങ്ങളുടെ തലമേ കിടപ്പുണ്ടെന്ന് ഞാൻ സ്ഥാപിച്ച് പറയും. അത് പൊട്ടണം. അത് പൊട്ടാൻ കർത്താവിൻ്റെ ശക്തി ഇറങ്ങണം. അങ്ങനാണെങ്കിൽ ഇന്നത്തെ ദൂതിനകത്ത് നമ്മളിപ്പോൾ അതിനോട് പ്രാർത്ഥിക്കാൻ പോവാം. 100 കണക്കിന് മനുഷ്യരുടെ ലൈഫ് ഇന്ന് വേറൊരു ലെവലിലേക്ക് ദൈവത്താൽ അനുഗ്രഹീതമായി തിരിയും. ഞാൻ വളരെ സ്പഷ്ടമായിട്ടത് മനസ്സിലാക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് രാവിലെ എന്നോടുകൂടെ പ്രാർത്ഥിച്ചു. ഇന്ന് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ, ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിടുതലൊരുക്കുന്നതാണ്. ആ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിമാറിപ്പോകും. കാരണം ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ആ ദൈവിക വിടുതൽ നടക്കുമ്പോൾ പല വിധത്തിലുള്ളതായ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയും ഇൻസ്റ്റൻ്റായിട്ട് ആ ഒരു ഡെലിവറൻസ് നടന്ന ശേഷം അവർക്ക് ലൈഫിൽ മാറ്റം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കർത്താവ് ഒരു റിസൾട്ട് തരും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അടയാളം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് ലഭിക്കുന്നവർ അത് മെസ്സേജായിട്ട് രേഖപ്പെടുത്താൻ, കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ദൂത് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മുമ്പിൽ തകർന്നുപോയ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ കർത്താവേദയിരിക്കുന്നു. ഇവരുടെ ജീവിതമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇവരുടെ അവസ്ഥയാണ് കർത്താവ് ഇടപെട്ടത്. ഈ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുവരാൻ അങ്ങയുടെ ദൂതനെ ഇപ്പോൾ ഇവരുടെ അരികിലേക്ക് അയച്ചാട്ടെ. സംരക്ഷണം ചെയ്യാൻ കാവൽമാലാഖമാരായി അയച്ചിരിക്കുന്ന ദൂതന്മാരെ കൂടാതെ ഇവരുടെ ഈ ഒരു ലൈഫിലെ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ തക്കവിധം പ്രത്യേക അധികാരസ്ഥരായിരിക്കുന്ന ദൈവത്തിൻ്റെ സേവകാത്മാക്കൾ റാഹൽ ബരാ ശഹരിയാദര വാളുമായി ഇവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങട്ടെ. നീ പോകുന്നിടത്തൊന്നും നിനക്ക് ശുഭം വരത്തില്ലെന്നുള്ള രീതിയിൽ ഇവരുടെ തലമേൽ കിടക്കുന്ന കടുത്ത ശാപം, ശപഥം ആത്മാവിൽ അതിനെ പൊട്ടിച്ചു മാറ്റുന്നു. ഇപ്പോൾ തന്നെ ഇവരുടെ ശരീരത്തിൻ്റെ മേലൊരു വിടുതലുണ്ടാകട്ടെ. ഇന്നു മുതൽ എവിടെ ചെന്ന് നിന്നാലും അനാവശ്യമായി ഓടിക്കയറുന്ന വ്യക്തികളെ ഇവരുടെ ജീവിതത്തിന് മുമ്പിലേക്ക് പറഞ്ഞു വിടുന്ന ആ പൈശാചികമായിരിക്കുന്ന തന്ത്രം, കളി, ഞാനതിനെ ബന്ധിച്ചു മാറ്റുന്നു. ഇവർക്ക് നേരെ സാത്താൻ പല മനുഷ്യരെ എഴുന്നേൽപ്പിച്ചു. ഇവരുടെ അനുഗ്രഹങ്ങൾക്ക് നേരെ പലവിധ പോരായ്മകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളെ എഴുന്നേൽപ്പിച്ചു വിട്ടു. കർത്താവേ, ഒരു കാലഘട്ടം ഇവരുടെ മുമ്പിൽ പരാജയമായി ഇവർക്കിപ്പോൾ അനുഭവപ്പെട്ട് നിൽക്കുകയാണ്. ഒന്നിലും ജീവിതത്തിൽ സന്തോഷിപ്പാൻ വകയില്ലാതായി പോയ കുറെ നിസ്സഹായരായ മനുഷ്യരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ട്. എൻ്റെ യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണെന്ന്. കർത്താവേ, ഇവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയത്തെ അറക്കാൻ, മുടിക്കാൻ, മോഷ്ടിക്കാൻ പിശാച് കടന്നു വന്നിരുന്നു. അവൻ കാട്ടിക്കൂട്ടിയ സകലവിധമായ ഹീനപ്രവർത്തികളുടെയും ഫലം അനുഭവിച്ച് നരകിച്ച് കിടക്കുന്ന ഇവരുടെ ജീവിതത്തിന് ഇപ്പോൾ ഒരു വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. എൻ്റെ കർത്താവായ യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധി, സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹം ഇവരിലേക്ക് വരട്ടെ.
പലതിലും ഇവരുടെ ശരീരത്തെ തന്നെ ലോക്ക് ചെയ്ത് കളഞ്ഞിരിക്കുന്ന നിലയിൽ, ഇവരുടെ ആദരത്തിൽ ഉദരത്തിൽ ഇവരെ പിടിച്ച് ബന്ധിക്കാൻ വേണ്ടി പലരും തന്ത്രപ്രധാനമായി ഇട്ടിരിക്കുന്ന പലവിധമായിരിക്കുന്ന കറുത്ത നിക്ഷേപങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ചിലരുടെ ശരീരങ്ങളുടെ മേൽ നിന്ന് ചിലത് പൊട്ടട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് നാവിൽ ചില രുചി വ്യത്യാസങ്ങളുണ്ടാകും, ചിലർക്ക് നെഞ്ചിൽ വേദന വരും, ചിലർക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നും. നിങ്ങളുടെ മേൽ നിന്ന് ചില അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറുക. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശിരസിൽ ആഴ്ന്നിറങ്ങിയ മുൾക്കിരീടങ്ങൾ നിമിത്തം വാർന്നൊഴുകിയ പരിശുദ്ധമായ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ. അപ്പോൾ അങ്ങയുടെ മഹത്വം വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ നേരെ ചില മനുഷ്യരെ, ചില സാഹചര്യങ്ങളെ പിശാച് ഇത്രയും കാലം ഇട്ട് കളിക്കുകയായിരുന്നു. അതിനു പകരം ദൈവം വിടുതൽ തരുമ്പോൾ നിങ്ങളെ സഹായിക്കാനുള്ള വ്യക്തികളും നിങ്ങളെ ഉയർത്താനുള്ള സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവമായിട്ട് തുറന്നു തരും. അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ് ഇന്നത്തെ ദൂതിലൂടെ ദൈവം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന പാറ്റേണിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരും. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണല്ലോ. ഇത് 10,000 മനുഷ്യർ കേൾക്കണം, അതിനുവേണ്ടി ഇത് ചെയ്യുന്നു. അപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നീ എന്നോട് കൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. കർത്താവ് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിപുലമായ ശുശ്രൂഷകളൊക്കെ നമുക്ക് ഫോണിൽ വിളിക്കുമ്പോഴോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നിടത്ത് നേരിട്ട് വരണം. അത് കോട്ടയത്താണ് നടക്കുന്നത്. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപിലോട്ടുള്ള വഴിയെ മുകളിലോട്ട് നടന്നു വരുമ്പോൾ ലോഗോസ് ജംഗ്ഷനിലാണ് വരുന്നത്. അവിടെ നിന്നും ജസ്റ്റ് ഇടത്തോട്ടൊന്ന് കയറുമ്പോൾ ഒരു ആൽമരം നിൽക്കുന്ന കാണാം. അവിടെ പ്രധാനമന്ത്രി ജൻ ഔഷധി എന്ന് പറയുന്നൊരു മെഡിക്കൽ സ്റ്റോറുണ്ട്. അതൊക്കെ ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മുടെ ആരാധനാലയം. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന മിനിസ്ട്രിയിൽ നേരിട്ട് വന്ന് പങ്കുചേർന്നാലും ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ കിട്ടും. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾക്കെല്ലാം ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ.